അപ്പോൾ ഡെയറി ഫാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. കാരണം അങ്ങനെ എല്ലാവരെയും പേഴ്സണലി വിളിച്ച് സംസാരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാണിക്കുന്ന പശുക്കളൊന്നും ഇവിടുത്തെ അല്ല, ഞങ്ങളുടെ വീട്ടിലെ അല്ല. പക്ഷേ ഇതിൽ നിന്ന് ഞങ്ങൾ 2-3 പേരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വാങ്ങിയേക്കുന്ന ഇവരെല്ലാം മേടിച്ചേക്കുന്ന ഇവിടെ നിൽക്കുന്ന ഓൾമോസ്റ്റ് ഒരു 1/4 ഭാഗവും ഞങ്ങൾ എടുത്തേക്കുന്ന ബാംഗ്ലൂർ കൃഷ്ണഗിരി പോയിട്ടാണ്. അവിടെ പോയി നമ്മൾ പേഴ്സണലി എന്ത് ചെയ്യുക, നോക്കി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല ബ്രീഡ് നല്ല നോക്കി എടുക്കുകയാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ഇത്രയും വലിയ പശുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രതിരോധ ശക്തി ഉണ്ടോ, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് അവർ പിടിച്ച് നിൽക്കുമോ, നാടൻ പശുക്കളെ പോലെ പിടിച്ച് നിൽക്കേണ്ട കഴിവ് കുറവാണ് എന്നൊരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, അവർക്ക് നല്ല കെയർ കൊടുത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വയ്യാണ്ടാവും എന്ന് പറഞ്ഞാൽ നാടൻ പശുക്കളെ പോലെയല്ല, നല്ല രീതിയിൽ തന്നെ അവർ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരു 2 പശുക്കൾ പോയിട്ട് ബാക്കി എല്ലാം കൃഷ്ണഗിരിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് ആദ്യമായി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ട് കൃഷ്ണഗിരിയിൽ ഭയങ്കര ലാഭമാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം അവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലാണ് കൃഷ്ണഗിരിയിലോട്ട് എത്തുന്നതും. മിനിമം അവർ ഒരു 1 lakh ഒക്കെ ചോദിക്കും പശുവിന്. അപ്പോൾ അത്രയും വലിയ പശുക്കളാണ്, ഹെവി പശുക്കളാണ്. പിന്നെ അവരുടെ ഹെൽത്തും കാര്യങ്ങളും നമ്മുടെ റിസ്ക്കാണ്. നമ്മൾ പേഴ്സണലി ബ്രോക്കേഴ്സ് അല്ലാതെ നമ്മൾ പേഴ്സണലി പോയി കാര്യങ്ങൾ കണ്ടെടുക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ആദ്യം മുതലേ നമുക്ക് സക്സസ് കിട്ടണമെന്നില്ല. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് 2 പശുക്കളോളം നമുക്ക് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. 2 പശുക്കൾ കൂടുതൽ നമുക്കിവിടെ വീണിട്ടുണ്ടായിരുന്നു. തൈലേറിയ പോലെയുള്ള അസുഖങ്ങൾ വന്ന്, ചെള്ളുപനി, അതാണ് തൈലേറിയ എന്ന് പറയുന്നത്. അത് വന്നിട്ട് ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ പാഠമാണ്, ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതാണ് കാരണം എന്ന് വെച്ച് ഞങ്ങൾ അതിനുള്ള പ്രിക്വേഷൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വീഡിയോ ഇടുന്ന വരെ എങ്ങനെ ഞങ്ങൾ എത്തിയത്.